ഗോപാൽജി വെറും കച്ചവടക്കാരനാണ് മോളെ. ലാഭമില്ലെങ്കിൽ സ്വന്തം മക്കളെ പോലും അയാളൊരു ഭാരമായിട്ടേ കാണും. പിന്നെയല്ലേ മരുമക്കള്. പിന്നെ ഒരു കാര്യം നീ മറക്കണ്ട. ഗോപാൽജിയുടെ കാശും സ്വാധീനവും കണ്ട് നീ കുറെ മനക്കോട്ടകൾ കെട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ കോട്ടകളുടെ ഒക്കെ അടിത്തറ ഒരു നുണയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. നീ കല്യാണത്തിന് മുൻപ് ഗർഭിണിയായിരുന്നു എന്നുള്ള നുണ. പതുക്കെ അമ്മേ, മഞ്ജു കേട്ട ആകെ പ്രശ്നമാവും. അവൾ ഈ വീട്ടിലില്ല. ഞാൻ എന്റെ നല്ലതിന് വേണ്ടിയാ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ നല്ലതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുവേണ്ടി ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്നത് തെറ്റാണ്. നീ കാരണം ഈ കുടുംബത്തിലുള്ള ആളുകൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ളവരെ പറ്റി ഞാൻ എന്തിനാ ചിന്തിക്കുന്നേ? എനിക്ക് ശരിയെന്ന് തോന്നുന്നതാ ഞാൻ ചെയ്തത്. എന്റെ പ്ലാനിന്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. പക്ഷേ എന്നെ എതിർക്കുന്നവരുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ല. ഞാൻ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഗിരിയേട്ടൻ എന്റെയും സഞ്ജുവേന്റെയും കല്യാണം നടത്തി തന്നത്.